പോളിംഗ് സമയം അവസാനിച്ചിട്ടും പല ബൂത്തുകളിലും വോട്ടർമാരുടെ വലിയ നിരയാണ്. വരി നിൽക്കുന്ന വോട്ടർമാർക്ക് ടോക്കൺ കൊടുത്തിട്ടുണ്ട്. അമ്പലപ്പുഴ കക്കാഴം ഗവൺമെന്റ് സ്കൂളിൽ 200ഓളം പേർ അവിടെ ക്യൂ നിൽക്കുകയാണ് ടോക്കൺ എടുത്തുകൊണ്ട്. വിവരങ്ങളുമായി ടോബി ജോൺസൺ ചേരുന്നു. ഈരാറ്റുപേട്ട ഗവൺമെന്റ് LPSൽ നിന്ന് ടോബി ജോൺസൺ. അവിടെയും വോട്ടർമാരുടെ നീണ്ട നിര കാണാം. അശ്വിൻ പാലാഴി അമ്പലപ്പുഴ കക്കാഴം ഗവൺമെന്റ് സ്കൂളിൽ നിന്നും ചേരുന്നു. ആദ്യം ടോബിയിലേക്ക്. ടോബി, ഈരാറ്റുപേട്ട ഗവൺമെന്റ് LPSലും ഇപ്പോൾ വോട്ടർമാരുടെ നിരയാണോ? ദിലീപ് കുമാർ, തീർച്ചയായിട്ടും ഈരാറ്റുപേട്ട ഗവൺമെന്റ് മുസ്ലിം LP സ്കൂളാണ്. അവിടെ നമുക്കിപ്പോൾ കാണാം സ്ത്രീകളടക്കം 200-ലധികം, നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഏകദേശം 285-ലധികം സ്ലിപ്പുകൾ ഇതിനോടകം തന്നെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാവിലെ മുതൽ തന്നെ ഈ വോട്ടിംഗ് പ്രക്രിയ മന്ദഗതിയിലായിരുന്നു. പേര് വിളിക്കുന്നതിലുള്ള ചില പ്രശ്നങ്ങൾ, അതിനുശേഷം ആ വ്യക്തിയെ മാറ്റി മറ്റൊരാളെ കൊണ്ടുവന്നു. എന്നിട്ടും ഇവിടെ ഈ പോളിംഗ് കാര്യമായിട്ട് നടന്നില്ല. എന്തായാലും ഇപ്പോൾ ഈ പോളിംഗ് സമയം 6 മണി കഴിഞ്ഞിരിക്കുന്നു. ടോക്കൺ കൊടുത്തിട്ടുണ്ട്. 1386 വോട്ടർമാരാണ് മൊത്തമുള്ളത്. അതിൽ ഏകദേശം 1000-നടുത്ത് ആളുകൾ വോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. എന്തായാലും നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. വലിയ ക്യൂ ആണ്. പ്രായം ചെന്നവരുണ്ട്, സ്ത്രീകളുണ്ട്. അവരെല്ലാം ഇങ്ങനെ നിരന്നു വന്ന് നിൽക്കുന്ന കാഴ്ചയാണ്. ചേട്ടാ, ഒത്തിരി നേരമായി നിൽക്കാൻ തുടങ്ങിയിട്ട്? 2 മണിക്ക് എന്താ ഇവിടുത്തെ പ്രശ്നം? എന്താണെന്ന് പറഞ്ഞു. ഈ സ്ത്രീകളും കുട്ടികളും വന്നിട്ടില്ലേ? സ്ത്രീകളൊക്കെ എല്ലാവരും 2 മണിക്കും 3 മണിക്കും നിൽക്കുന്ന ആൾക്കാരാണ്. രാവിലെ തുടങ്ങിയപ്പോൾ മുതൽ ഇത് തന്നെ ഇഷ്യൂ. അത് തന്നെയാണ്. രാവിലെ മുതൽ തന്നെ ഈ പ്രശ്നം ഉണ്ടായിരുന്നു. എന്തായാലും കൂടുതൽ പോലീസ് ഇവിടേക്ക് വന്നിട്ടുണ്ട്. ഗേറ്റ് 6 മണിയോടുകൂടി തന്നെ അടച്ചു. അതിനുശേഷം വന്നവർക്ക് ആർക്ക് അകത്തോട്ട് കയറാൻ സാധിച്ചില്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, പ്രായം ചെന്നവരൊക്കെ ഇപ്പോഴും സ്ലിപ്പ് വാങ്ങി ക്യൂവിൽ നിൽക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ കോമ്പൗണ്ടിന് അകത്തുള്ളവർക്കെല്ലാം തന്നെ വോട്ട് ചെയ്യേണ്ടവരാണ്. അവർക്കെല്ലാം സ്ലിപ്പ് നൽകിയിട്ടുണ്ട്. 285ഓളം പേർക്കാണ് സ്ലിപ്പ് നൽകിയിട്ടുള്ളത്. 285ഓളം ആളുകൾക്കാണ് ഈ സ്ലിപ്പ് നൽകിയിട്ടുള്ളത്. എന്തായാലും എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടാകുമെന്നുള്ള ഒരു അറിയിപ്പ് തന്നെയാണ് നമുക്കിപ്പോൾ ഇവിടെ നിന്ന് ലഭിക്കുന്നത്. ഓക്കെ, ടോബി ജോൺസണാണ് ഈരാറ്റുപേട്ട ഗവൺമെന്റ് LPSലെ വിവരങ്ങൾ പങ്കുവച്ചത്. അവിടെ രാവിലെ മുതൽ തന്നെ പോളിംഗ് മന്ദഗതിയിലായിരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ടോബി പങ്കുവയ്ക്കുന്നത്. നിരവധി ആളുകൾ ഇപ്പോഴും കാത്തു നിൽക്കുന്നുണ്ട്. അവസാന ആളിലേക്കും അവർക്കും വോട്ട് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കുകയാണ് നിലവിലെ ലക്ഷ്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.